ബിഗ് ബോസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ 2K കിഡ്സുകളും അല്ലാത്ത കിഡ്സുകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സിങ് സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടേതായ രീതിയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സീസണിൽ ഞാൻ ഒരു സീസണുകളും കണ്ട് പഠിച്ചിട്ട് വന്ന ആളല്ല. പക്ഷെ പിന്നെ സീസൺസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കണ്ടുപഠിക്കാൻ പഴയ ഒരുപാട് സീസണുകളുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏത് സീസൺ വന്നാലും അതിൽ ആരെങ്കിലുമൊക്കെ കഴിഞ്ഞ സീസണുകളിലെ ആരെങ്കിലുമൊക്കെ അനുകരിക്കും. അതൊക്കെ നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അങ്ങനെ പല രീതിയിൽ അനുകരിച്ച് പോകുന്നവരുണ്ട്, അനുകരിക്കാതെ ഇൻഡിപെൻഡൻ്റായിട്ട് മാത്രം കളിച്ചു പോകുന്ന ആൾക്കാരുമുണ്ട്. ഈ ആഴ്ച കല്ലും മുള്ളും എല്ലാം തിരിയും. 2 പേര് മിക്കവാറും ഫൈനൽ 7 ആയിട്ടാണ് നിൽക്കുക. പക്ഷെ ഇപ്പോൾ 8 പേരാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരാളിനെ പറഞ്ഞു വിടാൻ സാധ്യതയുണ്ടാവും. പക്ഷെ 2 പേര് പോയാൽ ഫൈനൽ 6 ആയി മാറും. പക്ഷേ ഫൈനൽ 5 ഒന്നും അല്ല നോക്കുക. ഫൈനൽ 2 എന്ന് പറഞ്ഞാൽ വിന്നറും റണ്ണറപ്പിനുമാണ് കൂടുതൽ സാധ്യത അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിന്നറും ഒരു റണ്ണറപ്പും. എൻ്റെ ആഗ്രഹം നെവിൻ, അക്ബർ ഇവർ 2 പേർ, അതിൽ ഒരാൾ വിന്നറും ഒരാൾ റണ്ണറപ്പുമായിട്ട് മാറണമെന്നുള്ളതാണ്. കാരണം അവർ മാടുപോലെ പണിയെടുത്തു. പക്ഷേ അവർ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ആൾക്കാരാണ്. പിന്നെ എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം, ഞാൻ ആദ്യം അക്ബറിൻ്റെ കാര്യത്തിൽ പറഞ്ഞു വന്നു. പക്ഷേ ഞാൻ നെവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പറഞ്ഞപ്പോൾ പാവം പയ്യൻ, അവന് ആരും പിആറും ഇല്ല, അവന് സാമ്പത്തികവും ഇല്ല, അവൻ്റെ ബാക്കപ്പായിട്ട് ആരുമില്ല, അവനെ അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ അവന് ഈ പൈസ കിട്ടുകയും കിരീടം കിട്ടുകയും ചെയ്താൽ അവൻ്റെ ഒരു വയറ്റിപ്പഴപ്പം അവൻ്റെ ജീവിതം ആയിക്കഴിയും. അതുകൊണ്ട് ഇപ്പം തന്നെ മണി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ക്രൂശിക്കപ്പെട്ടതും നെവിനെയാണ്. അതൊരൊറ്റ കാരണം കൊണ്ട് നെവിൻ വിന്നറാകണം എന്നുള്ളതാണ് കൂടുതൽ ആഗ്രഹം. ഇത് പണം ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ അല്ലേ. ഇതിനകത്ത് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷോയാണ് ഈ ഷോ എന്ന് സീസൺ 4 മുതൽ 4ാമത്തെ സീസൺ മുതലാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങും ഇതിൻ്റെ ബിസിനസ് ടെക്നിക്കുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും. പിന്നെ ഓരോ സീസൺ കഴിയുമ്പോഴും ഈ ലക്ഷങ്ങളുടെ PR കൂടിയേ വരത്തുള്ളൂ. മനസ്സിലായില്ലേ? ലക്ഷങ്ങളുടെ കളിയും കൂടെയല്ലേ, ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. അപ്പോൾ അത് ശരിയല്ല. കുറേ പേര് PR ഇല്ലാതെ പോവുകയും കുറച്ച് പേര് PRയുടെ സപ്പോർട്ടിൽ മാത്രം കളിക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊരു താങ്ങാവും. അത് ശരിയാവില്ല, അത് നല്ലതല്ല. അത് ഇൻജസ്റ്റിസ് എന്ന് ഞാൻ എൻ്റെ സീസണിൽ പറഞ്ഞ വാക്കാണ്. ജുഡീഷ്യസ് അല്ല. അതുകൊണ്ട് എനിക്കത് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു PR ഇല്ലാതെ കളിക്കുന്ന നെവിൻ, അതിനാണ് ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കും. ഞാൻ നെവിന് വേണ്ടി വെളിയിൽ ഇങ്ങനെ മാടുപോലെ പണി ചെയ്യുന്നുണ്ടെന്ന്. കാരണം അതൊരു കുറ്റബോധമാണ്. കാരണം അവനെക്കുറിച്ച് ഞാൻ മോശമായി ധരിച്ചിരുന്നതിൻ്റെ പ്രായച്ചിത്തമാണ് എന്നെ സംബന്ധിച്ചത് വന്നത്. പലരും അവനെക്കുറിച്ച് മോശം പറഞ്ഞിരുന്നത് ഞാനും തെറ്റിദ്ധരിച്ചു. പിന്നെയാണ് പച്ചയായ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയത്. അപ്പം എനിക്ക് നെവിനോട് എന്തെങ്കിലും തെറ്റ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായച്ചിത്തമാണ് ഞാൻ നെവിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതിനി എന്നെ എന്ത് വിളിച്ചാലും, ഞങ്ങൾ ഹോമമാണെന്ന് പറഞ്ഞാലും ഗേ ആന്ന് പറഞ്ഞാലും ഇനി പുറത്തിറങ്ങി അവനും ഞാനും കെട്ടുമെന്ന് പറഞ്ഞാലും ഞാനതെല്ലാം ചലഞ്ചായിട്ട് തന്നെ എടുക്കുന്നത്. അങ്ങനെ പേടിച്ചോടുന്ന പരിപാടിയൊന്നുമില്ല അല്ലേ. പേടിച്ചോടിയാന്ന് ഓടിക്കൊണ്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അനീതി പ്രവർത്തിക്കുന്നില്ല. ഒരു പാവപ്പെട്ട പയ്യന് വേണ്ടി സംസാരിക്കുന്നു എന്നല്ലേ ഉള്ളൂ.